ഇടയ്ക്ക് എന്നെ മിന്നിച്ചാൽ മതിയായിരുന്നു. സമയം 11 മണിയായി, ഇതുവരെ ചെറുക്കൻ എത്തിയിട്ടില്ല. വിളിച്ചു നോക്ക, ഇവൻ എവിടെ പോയി കിടക്കുകയാണോ? ഹലോ, എടാ സുബു, നീ ഇത് എവിടെയാടാ? എന്ത്? ആ, നീ വേഗം വരാൻ നോക്ക്. നീ ചുമ്മാ പുള്ള കളിക്കാതെ. നീ ഇതിനോടൊരു ആത്മാർത്ഥമാണെങ്കിൽ നീ ആ ശരി പെക്കന് വാ. എന്ത് ചെയ്യുമെന്ന് പറയാം, എല്ലാ കാര്യത്തിലും എൻ്റെ ഉത്തരവാദിത്വം. ഏത് നേരത്താണോ ഞാൻ വരുന്നത്? നന്ദടാ, ഇവളെന്ത് ഇതിലെ പോകുന്നു? ഹലോ മാമ, ഇതെന്താ ഇവിടെ? മാമനാ? ഞാനാ? ഈ മാമനൊക്കെ വിളിച്ച് എന്നിങ്ങനെ അധിക്ഷേപിക്കാതെ. ഇതെന്താ ബുക്കും പേപ്പറൊക്കെ ആയിട്ട് പരീക്ഷ എഴുതാൻ വന്നേ? ഇതാ, ഇത് ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതോ? പിന്നെ എനിക്കെന്താ പണി? എന്നെ കണ്ടാ പറയലെന്നേ ഉള്ളൂ. മലയാളമാണോ ഇത്? മലയാളം ഇംഗ്ലീഷൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത ഒരുപാട് ഭാഷകൾ ഞങ്ങൾക്ക് കലാകാരന്മാർക്കുണ്ട്. ഞാൻ നമ്മുടെ സുബുവിനെ അന്വേഷിച്ചിരിക്കുക. അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഈ സിനിമ വർക്കൗട്ടാ പോണേ. അതിനോട് പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡ്യൂസറൊക്കെ ആയി സിനിമയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ വേറെ ലെവലാ. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാലേ ഞങ്ങളെ കണ്ടുപഠിക്ക്. ഞങ്ങളൊക്കെ അതെ കണ്ട, നാളെ ആരാ ഞങ്ങളൊക്കെ? എന്നാ നിങ്ങളുടെ പരിപാടി എടുക്കട്ടെ, ഞാൻ പോട്ടെ. അല്ല, അങ്ങനെ പോയാലെങ്ങനെ? നമ്മൾ ഇത്രയും ദൂരെയൊക്കെ വെച്ച് കണ്ടിട്ട് നല്ല ചൂടൊക്കെ അല്ലേ, ഒരു ജ്യൂസ് കുടിച്ചാലേ? അല്ല വേണ്ട മാമ. അല്ല, ഞാൻ മേടിച്ചുതരാം. വേണ്ട, അങ്ങനല്ല, നീ ഇവിടെ നല്ല ജ്യൂസ് കിട്ടും, നല്ല ഓറഞ്ച് ജ്യൂസ്. വേണ്ട മാമ, കുറച്ച് ഐസ് ഇട്ട് കുടിച്ച് ചൂടത്ത് നല്ല. അല്ല, ഞാൻ പോണേ. ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട, എന്റെ കാശുണ്ട്. അല്ല ശേ, ആരെങ്കിലും കണ്ടോ? ഇല്ല. ഹലോ ശോഭനെ, അവിഹിതം അവിഹിതം ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അവിഹിതം നമ്മളെ മറ്റേ ആ പാണ്ടിയില്ലേ താഴത്തില്ലേ, പാണ്ടിയുടെ ഭാര്യന്റെ അനിയത്തിയും നിന്റെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ കണ്ണട വെച്ചിട്ട്. നടനേശ്വരൻ? അവൻ തന്നെ അവൻ നളിനാശനല്ല, അവനും ആ പെണ്ണും കൂടി അവിഹിതം. എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടോ. എവിടെ വെച്ചെന്ന് വെച്ചാല് ഞാന് ഒരു മറ്റേ ഒരു മോളെ സൗന്ദര്യവർദ്ധനവിനുള്ള ഒരു ആയുർവേദ മരുന്ന് തപ്പി ഇറങ്ങിയതാ. ഞാൻ ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്റെ 2 കണ്ണും അവർക്ക് നേരെയായിരിക്കും. ഇന്ന് 2-1 നടക്കും, അത് ഉറപ്പ്. മോള് വെച്ചോ, ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. അവന്മാർ അവൾ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കട്ടെ. എടാ മാങ്ങത്തല്ലേ, ഞാൻ നിന്നോട് എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന അറിയോ? എടാ ആ പുള്ളി നമ്മൾ എത്ര മണിക്ക് കാണാന്ന് പറഞ്ഞാൽ നിനക്ക് വല്ല പിടിയുണ്ടോ? 10 മണിക്ക് കാണാന്ന് പറഞ്ഞാൽ ഇപ്പൊ 11 മണിയായി. എടാ നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ട്? എടാ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വിധത്തിൽ ഒരു പ്രൊഡ്യൂസറിനെ സെറ്റാക്കിയത്. നീ കഥ പറയണ, ആ കഥ പറയാനുള്ള മൂടും പോയി. എടാ അങ്ങനെ പറയല്ലേ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരു പ്രൊഡ്യൂസറിനെ എടുത്തത്. എന്റെ കോൺഫിഡൻസ് പോയിരിക്കുവാടാ. നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻസ് പെരുത്തുമായിരുന്നു വീട്ടിൽ. അത്രേ ഉള്ളൂ. ശ്വാസം എടു, ബ്രീത്ത് അങ്ങനെ പിടിക്കുക. വിട്ടേ, സുഖമില്ലേ? ഒന്നുകൂടെ പിടിച്ചേ. ഒരു കോൺഫിഡൻസ് കിട്ടി വരുന്നത് പോലെ ഒരു തോന്നലുണ്ട്. വരും, ഒന്നുകൂടെ നന്നായിട്ട് എടുത്തേച്ചു. ഓക്കെ, എടുത്തോ. എന്താടാ ഇയാളെന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞങ്ങളെവിടെ എന്നതിനാ താനെന്നതിനാ അന്വേഷിക്കണ്ടേ? ഞങ്ങളൊരു കഥ, ഞങ്ങളൊരു കഥാകൃത്തിനെ കാണാൻ വേണ്ടിട്ട് വന്നു. നിങ്ങളുടെ ഒരു കഥയില്ലാത്ത ഒരു ആയോണ്ടല്ലേ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? അതെനിക്ക് മനസ്സിലായി, ഇവനൊന്നും കഥയില്ല എന്നുള്ളത്. താനെന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? ഞാൻ നിങ്ങളുടെ പുറകെ വന്നല്ല, ഞാനൊരു മരുന്ന് തേടി വന്നതാണ്. മരുന്ന് തരാൻ താനേ മഹർഷിയോ? ഞാനേ
ശോഭമോളെ ഒരു ആവശ്യത്തിനായിട്ട് ഒരു ആയുർവേദ മരുന്ന് തപ്പി ഇറങ്ങിയതാ. പക്ഷെ നിങ്ങളെന്താ ഇവിടെ എന്നുള്ളത് എനിക്കറിയണം. എന്റെ പെണ്ണുപിള്ളക്ക് എന്തോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കണം, താൻ നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ ഭാര്യ എന്നല്ല ഇതിന് മാത്രം സംശയം പ്രകടിപ്പിക്കുക. ഞങ്ങൾ ഞങ്ങളുടെ തോന്നിയ വഴിക്കാണ്. എന്റെ പെണ്ണുപിള്ളക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു കൊടുത്തോളാം. ആ കേട്ട് കഴിഞ്ഞാൽ അയാൾ വല്ല ഹിമാലയത്തിലെ മഹർഷിയാൻ തോന്നല്ലോ മരുന്ന് പറിക്കി ഇറങ്ങിയേക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും ഒരു വഴിക്കല്ലേ. നിങ്ങൾ ആരെ കാണാൻ വന്നു? ഞങ്ങൾ നടന്നാ വന്നേ. എന്നാ ഒരു കാര്യം ചെയ്യും, നടന്ന കാര്യം വേഗം പോയി ചെയ്തിട്ട് വേഗം നമുക്ക് ഒന്നിച്ച് വീട്ടിലേക്ക് പോകാം. എന്നാ താൻ ഇവിടെ ഇല്ലേ? ഞങ്ങൾ പോയിട്ട് വരാം. ഹലോ, കൃഷ്ണ സ്റ്റീഫൻ അല്ലേ? അത് ആരാ? ഞാൻ അഭിതേകാംക്ഷയാണ്. ഇപ്പൊ നാളെ മുതൽ ആള് വരും. അപ്പൊ ആളൊരു സ്വിഫ്റ്റ് കൊണ്ടാണ് വരുന്നത്. ആൾ ഉടായ്പാണ്, പണ്ടേ ഉടായ്പാണ്. ആളെ ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കട്ടോ. നിങ്ങൾ ആരാണ്? ഞാനൊരു കിങ്ഫിഷർ അല്ല വെൽഫിഷറാണ്. ഓക്കെ കേട്ടോ. ഹലോ ഹലോ, ഓരോരോ തോരടികൾ വിളിച്ചു മനുഷ്യൻ ബുദ്ധിമുട്ടിക്കാൻ. ആ കമേ. സാർ വന്നിട്ടില്ല. മോനെ ആരാ മനസ്സിലായില്ലേ? മോനെ ഞങ്ങൾ ഈ മറ്റേ ക്രിസ്ത്യൻ സ്റ്റീഫിനെ ഒന്ന് കാണാം. ഞാനാണ് ക്രിസ്ത്യൻ സ്റ്റീഫൻ, പറഞ്ഞു. അതെ സാറേ, എന്നെ മനസ്സിലായി. തലവേദന, നളീനാക്ഷൻ. നല്ല ലക്ഷ്യം. അല്ല തലവേനല്ല സാറേ, ഞാൻ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകും. ഇദ്ദേഹമാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. സാറേ, നമുക്ക് കഥ പറയാൻ ഒരു അരമണിക്കൂർ സമയമായിരുന്നു ചോദിച്ചിരുന്നത്. അരമണിക്കൂറൊന്നും പറ്റില്ല, 5 മിനിറ്റ്. സാറേ 2.5 മണിക്കൂറുള്ള പടം 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ പറയണേ? 2.5 വർഷം കൊണ്ട് അവൻ എഴുതിയ കഥയും. ഒരു 10 മിനിറ്റെങ്കിലും മിനിമം സാർ 5 മിനിറ്റ് തരും. നിങ്ങളുടെ ചാണകപ്പുള്ളിക്ക് 5 മിനിറ്റിന് ധാരാളമാണ്. സാറേ ചാണകപ്പുള്ളി കഥയൊന്നുമല്ല, ടിൻഡോവിന് വെച്ച് ചെയ്യാനുള്ള പടവും സാറേ. ടിൻഡോം നല്ല പറ. അല്ല എന്നാ സാറേ, ഈ കഥ നമുക്ക് ഒരുപാട് ബജറ്റ് വരുന്ന കഥകളൊന്നുമല്ല. എന്നാലും ഇത് ഈ മലയാള സിനിമയിൽ കാണുന്ന ഒരു വെറൈറ്റി ചിത്രമായിരിക്കും. ഒരുപാട് പറഞ്ഞ് ഫലിപ്പിക്കണ്ട, പറഞ്ഞു. 2 തെരുവിൽ താമസിക്കുന്ന ആളുകളിൽ നിന്നാണ് ഈ കഥ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേട്ടിട്ടുണ്ട്. അല്ല, തെരുവിലെ കഥകൾ നമ്മൾ പറയുന്ന പോലെ അല്ല, ഇത് തെരുവിൽ നിന്ന് വലിയ ലെവലിലേക്ക് പോകുന്ന കഥയാണ്. 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ തെരുവിൽ 2 പേര് താമസിക്കുന്ന ഇടയിലേക്ക് 3ാമത് ഒരാൾ കടന്നു വരികയാണ്. ഈ 3ാമത്തെ ആളുടെ കയ്യിലിരുന്നേച്ച ഒരു മൃദംഗം. മൃദംഗമല്ല, തബല. തബലയല്ല, മൃദംഗം. തബല, മൃദംഗമാണ് സാർ. ഏതേലും ഒന്ന് ഉറപ്പിക്കടോ. സാറേ, മൃദംഗമാണ് സംഭവം. ഞാനാണ് തബല വായിക്കാൻ വന്നാണോ അവിടെ? അല്ല, ഞാനാണ് കഥ എഴുതിയത്. മൃദംഗമാണ്. അപ്പൊ ഈ മൃദംഗം ഇവന്റെ അച്ഛൻ സമ്മാനിച്ചൊരു മൃദംഗമായിരുന്നു. ആ മൃദംഗം അടിച്ചോണ്ടാണ് ഇവര് പോയത്. ഈ കഥ എവിടെയോ തബലായിരിക്കും കേട്ടെ, മൃദംഗമല്ല. ഇല്ല, മൃദംഗം. സാറേ, ഞാനല്ലേ സാറേ കഥ. എടാ, ഞാനല്ലേ കഥ എഴുതി. ഞാൻ പറയാം. അപ്പൊ ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പറയും. അപ്പൊ 2ാമത്തെ ആളും 3ാമത്തെ ആളോട് ഒരുമിച്ച് ഇങ്ങോട്ട് പറഞ്ഞോ. അല്ല, അങ്ങനെ പറയുന്നതിൽ സുഖമില്ല. അവന്റെ കയ്യും കാര്യം തല്ലി ഓടിച്ച് എൻ്റെ ഓഫീസിൽ എത്തിക്കണം. അങ്ങനെ 5-10 ലക്ഷം രൂപ പറ്റിച്ച തെണ്ടിയാണ് അവൻ. നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞാണ്. ശരി. അപ്പൊ സാറേ, ഈ 3ാമത് ഒരാൾ കടന്നു വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പുറയിലൊരു സ്റ്റോറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൃദംഗം ഇവരടിച്ചോണ്ട് പോയിട്ട് ഇവര് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട്. ആരടിച്ചോണ്ട് പോയി? ഈ 2 തെരുവിൽ താമസിക്കുന്ന 3ാമത്തെ ആളുടെ മൃഗം കൊണ്ടാണ് ഇവര് പോയത്. ബാബോളി പോലെ ഞാനും കുറെ കണ്ടിട്ടുണ്ടാവും. അതല്ല സാറേ, ഇതിന്റെ എന്റെയൊക്കെ ജീവിതം ഇവിടെ നിന്ന് തീർന്നാലും തന്റെ ഒന്നും കഥ തരാൻ പോകില്ല. അല്ല, ഉണ്ട് സാറേ. ഇതിൻ്റെ അത് ഇത് കഴിയുമ്പോൾ 1 ട്വിസ്റ്റാണ്. ഈ കുഴി മാന്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരണ്ട ബോഡി കിട്ടുന്നു. അപ്പൊ ദൃശ്യമുണ്ട് ഇതില്. അല്ല, ജോസഫ് പറഞ്ഞായിരുന്നു. അല്ല സാറേ, നമ്മൾ ഈ കഥ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കഴിയുമ്പോൾ സാറിന് ഇത് ഒന്നും അല്ല. ഇനി വേറെ എന്തെങ്കിലും കൊലക്ക് കൊടുക്കാനായിട്ട് തന്നെ ഞാൻ തോറ്റു. അപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കണം. കൈയും കാലം വെട്ടിക്കൊണ്ടുവന്നവന്മാരെ കൂടെ നിങ്ങളെ എടുത്തുകൊണ്ട് വരും. സാറേ, ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു കഴിയണ സാറിന് സത്യസന്ധമായിട്ടുള്ള സ്ക്രിപ്റ്റും വേണ്ട, ഒന്നും വേണ്ട. കിട്ടോ, 2 പേരും കിട്ടും. കഥ മൊത്തത്തിൽ കേട്ടെടുത്തോളം മതി. നീലന്നെ ഡയറക്ടർ. ഇവനോ ഒരു മണ്ടൻ, ഇവനെ കൊണ്ടുവന്ന് നീ ഒരു പൊട്ടൻ. 2 പേരും ഒരു പോങ്ങൻ. മേലാൽ ഇമാതിരി വള്ളിക്കെട്ട് സ്ക്രിപ്റ്റും കൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് എങ്ങനെ എത്തിയ വള്ളിട്ടുണ്ട് കൊണ്ടുവരുന്നു. മനസ്സിലായോ? അപ്പൊ വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ കയ്യും കാലം കേട്ടോ, തലി ഉണ്ടാവില്ല. മനസ്സിലായോ? ഓടോ. അങ്ങനല്ല, 2.5 മാസം വീട്ടില് ചെലവും കൊടുത്തിട്ട് അതിന് ഞാനെന്ത് വേണം? ഞാനാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടത്? അടുത്ത കഥയുണ്ട് ഒരെണ്ണം പുതിയത്. 2 പേരും ബോബിനെയും മോളിയുടെയും കഥ പറഞ്ഞ് അങ്ങോട്ടും കളിച്ച് ചിരിച്ചിരിക്കുക. എന്നാ പോയിട്ട് വരാം. വരണമെന്നില്ല. അയ്യോ സാറ് സാജമൗലിയുടെ പടമൊക്കെ ചെയ്തുള്ള ഞാൻ ബാഹുബലി വിടാം. എന്തേ
ആ